സെക്ഷൻ 7-ലെ എയും ഉണ്ട് ബിയും ഉണ്ട്. സെക്ഷൻ 7-ലെ എ എന്ന് പറയുന്നത് എന്താണ്? ഒരാള് ഒരു കാര്യം ചെയ്താൽ ഞാൻ ഇങ്ങനെ കാര്യം ചെയ്തു തരാം, പക്ഷെ എന്ത് വേണം? എനിക്ക് നീ ഒരു കാര്യം അതിന് ആ ചെയ്തതിന് എനിക്ക് എന്താണ് ഗുണം? ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ, വില്ലേജ് ഓഫീസർ, സപ്പോസ് വില്ലേജ് ഓഫീസർ പറയാണ്, സോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തരാം, ഓക്കെ ഞാൻ പിന്നെ SM റിപ്പോർട്ട് ഞാൻ അയക്കാം. റീസെന്റ് നമ്മൾ പിടിച്ചൊരു കേസാണ്, SM റിപ്പോർട്ട് ഞാൻ അയക്കാം. പക്ഷെ എന്ത് വേണം? SM റിപ്പോർട്ട് അയച്ചതിന് ശേഷം എന്താണ്? എന്നെ വന്ന് കാണണം. അപ്പോ മറ്റേ ചോദിക്കണം എന്താണ് അപ്പൊ അത് എന്നെ വന്ന് കാണണം. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ഇൻഡിക്കേഷൻ ഓഫ് ഡിമാൻഡ്. That expression of word, that verbal expression itself is an example of what? എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ വന്ന് കാണുക എന്ന് പറഞ്ഞ് അയാളിൽ നിന്ന് ഇത് സ്വീകരിക്കുമ്പോൾ, അതായത് ആ ഒരു സർവീസ് ചെയ്തതിന് ശേഷം അയാളിൽ നിന്ന് അതിന്റെ റിവാർഡായി നമുക്ക് എന്ത് വാങ്ങുന്നു? 20,000 വാങ്ങിയെങ്കിൽ സെക്ഷൻ 7A വിലപ്പായി. സെക്ഷൻ 7B ഒരു കാര്യം ചെയ്തു, അത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതിന് മുമ്പ് അത് നിങ്ങൾ ചെയ്യൂ, അത് ചെയ്യാൻ വേണ്ടി ഇത് എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് തരാം. എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം, ആ സർട്ടിഫിക്കറ്റ് തന്നോളൂ. തന്നാ ഞാൻ എന്താ എന്ത് പറഞ്ഞു? ഞാനത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് വേണം? രണ്ടുണ്ട്. ചെയ്യണമെങ്കിലും വേണം, ചെയ്യാതിരിക്കണമെങ്കിലും വേണം. ഉദാഹരണം, ഒരു കോറി ലീഗലി അവർക്ക് എന്തുണ്ട്? പിന്നെ ലൈസൻസ് ഉണ്ട്, കോറി ലൈസൻസ് ഉണ്ട്. പക്ഷെ നമുക്കറിയാം, ആസ് എ റവന്യൂ ഓഫീസർ നമുക്കറിയാം എന്താണ് ആ കോറിയിൽ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ കോറിയിൽ കൃത്യമായിട്ട് പോയിട്ട് പരിശോധിക്കേണ്ടത് ഉദ്യോഗസ്ഥരാ ഞാൻ വരും. അപ്പൊ എന്താണ്, ഞാൻ അങ്ങനെ പരിശോധിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഷുഡ് കം ആൻഡ് മീറ്റ് മീ. നീ എന്നെ ഒന്ന് കാണണം. അതാണ് സെക്ഷൻ 7B. അപ്പൊ ഈ 7Bയിലും ഇതിൽ പറയുന്ന കുറ്റകൃത്യത്തിന് 3 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. ഇനി അതിൽ ഏറ്റവും അപകടകരമായ ഒരവസ്ഥ അതുപോലെ തന്നെ എന്താണ്, 2-3 സെക്ഷൻസ് മാത്രമേ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും ഒരു PC ആക്ടിലെ പ്രധാനമായിട്ടും എക്സ്പ്ലനേഷന്റെ ബാക്കിയുള്ള കാര്യം നമുക്ക് ഞാൻ പഠിപ്പിച്ച കേസുകളുടെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കേസ് സ്റ്റഡി കൂടി പറയാം. അടുത്തത് 13(1)A. 13(1)A എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. അതില് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ഷനിലെ ഒരു ഒഫീഷ്യൽ നടപടി, ആ നടപടിയുടെ ഭാഗമായി ഒരു പബ്ലിക് മണി, അല്ലെങ്കിൽ എന്താണ്, ഒരു സർക്കാരിന്റെ പണം എന്ത് ചെയ്യാണ്? ദുരുപയോഗം ചെയ്യുകയോ അതിനാണ് വാക്കാണ് ഡിസപ്രോപ്രിയേഷൻ. ഒഫീഷ്യൽ ക്രിമിനൽ മിസ്കണ്ടക്ട് എന്നാണ് അതിൽ പറയുന്നത്. 13(1)A പുതിയ അമെന്റ്മെന്റ് ആണ്. പഴയത് 13(1)D ആണ്. അത് കുറച്ചും കൂടി വിശാലമാണ്. അതായത് ഒഫീഷ്യൽ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, നമ്മൾ ലീഗലി ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 13(1)Dയുടെ പുറകിൽ വരും. രാവിലെ വന്ന് ക്യാഷ് ഡിക്ലെയർ ചെയ്യുക. എന്റെ കയ്യിലുള്ള ക്യാഷ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, മാൻഡേറ്റഡ് ഡ്യൂട്ടി. സിഗ്നേച്ചർ ഇടുക, ഇറ്റ് ഈസ് അവർ മാൻഡേറ്റഡ് ഡ്യൂട്ടി. ആൻഡ് whenever we are leaving from the office, enter there in the concerned what is the movement register. These are the mandatory requirements which is expected from a public servant that we have to do. Whenever we are deleting that duty, that will attract 13(1)D. പഴയ 13(1)D attractive. അപ്പോ സെക്ഷൻ 13(1)A എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു കാര്യം. ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണമായിട്ട് ഇപ്പോ വില്ലേജ് ഓഫീസിൽ ഫ്രണ്ട് ഓഫീസുകളിൽ VFA എന്ത് ചെയ്യും? പലതരത്തിലേക്കുള്ള ഫീ കളക്ഷൻ ഉണ്ടാവും, അല്ലെ? പലതരത്തിലുള്ള ഫീ സാധാരണ VFAമാരാണ് സാധാരണ കൈകാര്യം ചെയ്യാറ്, അല്ലെ? VFA ഞാൻ പരിശോധിച്ച ഇവിടുത്തെ ഒരു കേസിലേക്ക്, തിരുവാലി വില്ലേജിലെ VFAയുടെ കേസ്, അദ്ദേഹം എന്ത് ചെയ്യണം? പൈസ വെൽക്കം എമൗണ്ട് ഹിയാസ് 25,000 രൂപ എങ്ങാണ്ട് അയാളുടെ കയ്യിലുണ്ട്. ആ 25,000 രൂപ അയാൾ പേഴ്സണൽ ക്യാഷ് ഡിക്ലറേഷനിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ ക്യാഷ് ഡിക്ലറേഷൻ. അപ്പൊ ചോദിച്ചു, ഇത് എന്ത് പണിയാ? അതില് സാറേ ഇത് എന്ത് പണിയാന്ന് വെച്ചപ്പോ എന്താണ്, അത് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് സാറേ. അപ്പൊ ഈ പൈസ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി?
എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം സാർ അത് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടിയ പൈസയാണ്, ട്രഷറിയിൽ അടക്കേണ്ട പൈസയാണ്. ഞാൻ എന്ത് ചെയ്തു, ഐ എം ഹോൾഡിംഗ് ദാറ്റ് എമൗണ്ട്. എന്താണേലും പറയുന്നത്, നമുക്കൊരു പബ്ലിക് മണി കിട്ടിക്കഴിഞ്ഞാൽ ആ പബ്ലിക് മണി എന്താണോ ചെയ്യേണ്ടത് നമുക്ക് അതിന് ഒരു റവന്യൂ ഗൈഡ് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, റവന്യൂവിൽ നമുക്കൊരു ഡയറക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ പബ്ലിക് മണി കിട്ടിക്കഴിഞ്ഞാൽ ആ പബ്ലിക് മണി എന്ത് ചെയ്യണം എന്നുണ്ടാവും. ആ എന്ത് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചോളുന്നില്ല, ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അവന് സാധിച്ചോളുന്നില്ല. ബട്ട് ദാറ്റ് ഷുഡ് ബി എക്സ്പ്ലെയിൻഡ്. ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു റെക്കോർഡ് ഉണ്ടെങ്കിൽ ആ റെക്കോർഡിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ക്യാഷ് ബുക്ക് ആണെങ്കിൽ ക്യാഷ് ബുക്ക് റെക്കോർഡ്, ഈ എമൗണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഇന്ന് ട്രഷറി അവധി ആയത് കാരണം എനിക്ക് അടയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഐ ആം ഹോൾഡിംഗ് ഇൻ ദ പേഴ്സണലി വിത്ത് മീ ഓർ ഇൻ ദ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒഫീഷ്യലി എന്താണ് കണ്ടോൾഡ്. ബട്ട് ഇയാളെന്താ ചെയ്തത്, 2 3 ദിവസം 4 ദിവസത്തെ കളക്ഷൻ ഈസ് ഹോൾഡിംഗ് പേഴ്സണലി വിത്ത് ഹിം. ദാറ്റ് അമൗണ്ട്സ് is 13.8. 7 കൊല്ലാണ് ശിക്ഷ, 7 വർഷം. അപ്പോ 13(1)യും 7-ഉം ആണ് പ്രധാനമായിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥർക്കെതിരെ വരുന്ന പ്രധാനപ്പെട്ട വകുപ്പ്. വളരെ അതിഗൗരവമായ, അതായത് PC ആക്ട് മറ്റ് വകുപ്പുകൾ പോലെയല്ല, മറ്റ് എന്താണ് മറ്റേ നിയമങ്ങൾ പോലെ. IPC ഞാൻ എന്റെ സുഹൃത്തായ അല്ലെങ്കിൽ ഞാൻ എന്റെ സഹപ്രവർത്തകൻ, എന്റെ സഹപ്രവർത്തകനായ സുബിൻ ഞാൻ തമ്മിലൊരു അടിയുണ്ടായി വിചാരിക്കാം. സപ്പോസ് മഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മഞ്ചേരി കോർട്ട് കോംപ്ലക്സിൽ വെച്ചിട്ട് ഞങ്ങൾ കോടതി പോകുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാനും സുബിൻ തമ്മിൽ അടിയായി. അടിയുമ്പോൾ സുബിൻ പോയിട്ട് എന്താ അഡ്മിറ്റ് ചെയ്തു, ഞാൻ അടിച്ചു, സുരേന്ദ്രകുമാർ എന്നെ അടിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റിമേഷൻ